ആദരവ് നൽകുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ഷായിസാണ് നമസ്കാരം. നമ്മൾ എല്ലാവരും ഇവിടെ ഉള്ളവരാണ്, പുറത്തുനിന്ന് ആരുമില്ല. പൊന്മുടിയായിട്ട് ബന്ധപ്പെട്ട് കഴിയുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട രാജൻ സാർ. എത്രയോ വർഷമായി നമ്മൾ വരുന്നതിന് മുമ്പേ ഇവിടെ ഈ സർവീസ് ഈ നാടുമായിട്ട് ബന്ധമുള്ളതും ഈ നാട്ടിൻ്റെ ഓരോ വഴികളും അറിയാവുന്നതും ഇവിടുത്തെ ഓരോ യാത്രക്കാരെയും ചെറിയ യാത്രക്കാരെയും അല്ലാത്ത സന്ദർശകരെയും ഒക്കെ നന്നായിട്ട് അറിയുകയും പരിചരിക്കുകയും അവരോട് സഹകരിക്കുകയും അവരുടെ മനസ്സിലിടം പിടിച്ചുമായിട്ടുള്ള ഒരു പ്രിയപ്പെട്ട KSRTC ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഈ വരുന്ന 2026 മെയ് 31 അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ദിവസം പിരിഞ്ഞു പോകേണ്ടി വരും. നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് നമ്മളീ പറഞ്ഞ പോലെ വെറുതെ വിടാൻ നോക്കില്ല. നമ്മൾ എല്ലാവരുടെയും മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണ്, ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അറിയിക്കുന്നൊരു ആദരവ് എളിയ രീതിയിൽ, വളരെ എളിയ രീതിയിൽ തന്നെ പറയുന്നു, വളരെ ലഘുവായ രീതിയിലും ചെറിയ രീതിയിലും ഉള്ളൊരു ആദരവാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് എല്ലാവരെയും ആദ്യമായിട്ട് ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും എല്ലാവരും വന്ന ഉദ്യോഗസ്ഥർ, നാട്ടുകാർ, വനസംരക്ഷണ സമിതിയുടെ പ്രവർത്തകർ, അധ്യാപകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, എല്ലാവരെയും, പിന്നെ ഈ KSRTCയുടെ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരെയും ഈ വേദിയിലേക്ക്, ഈ ഒരു ചെറിയ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ വനസംരക്ഷണ സമിതിയുടെ ഒരു ചെറിയ ഉപഹാരം നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ബഹുമാനപ്പെട്ട നമ്മളെ രാജൻ സാറിന് കൊടുക്കുകയാണ്. അത് സാർ ഏറ്റുവാങ്ങണമെന്ന് അപേക്ഷിക്കുന്നു. നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയനായ ഗസ്റ്റ്, ഇന്നത്തെ ഗസ്റ്റ് ശ്രീ രാജൻ സാറിനെ ക്ഷണിക്കാം. ചെറിയ തിരുത്തുണ്ട്, തിരുത്തിന് പ്രശ്നമില്ലല്ലോ. പറഞ്ഞായിരുന്നു നേരത്തെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പൊന്മുടിയുടെ ഒരു അവിഭാജ്യഘടകമായ പൊന്മുടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ക്ഷണിച്ച് അപ്പോൾ അവരുടെ ഒരു ചെറിയ ഉപകാരം കൂടെ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാറിനെ ക്ഷണിക്കും. അത് കൊടുക്കുന്നതിന് വേണ്ടി സ്റ്റേഷൻ ഉദ്യോഗസ്ഥരെ ക്ഷണിക്കും. അല്ല ഇവിടെ ഇവിടെ സാറ് ഇതാണ് സാർ അങ്ങോട്ട് നിൽക്കുക. സാറേ വാങ്ങിയോ ഇവിടെ നിന്ന് ബഹുമാനപ്പെട്ട ഫോറസ്റ്റ് സെക്രട്ടറി ഷാജി സാർ, പോലീസ്, നമ്മുടെ പൊന്മുടി പോലീസ് ഉദ്യോഗസ്ഥരെ, വനം സേവാ സമിതി ജീവനക്കാരെ, വാട്ടർ അതോറിറ്റി ജീവനക്കാരെ, അതുപോലെ തന്നെ ഇവിടെ എൻ്റെ എളിയ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യാത്രയിലെ കുടുംബാംഗങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ കുടുംബ ബന്ധുക്കളെ, എൻ്റെ കൂടെ ജോലി നോക്കുന്ന സുരേഷ് സാർ ഉൾപ്പെടെ, ചന്ദ്ര സാർ, വിഷ്ണു ഉൾപ്പെടെയുള്ള എൻ്റെ KSRTC ജീവനക്കാരെ, പ്രത്യേകിച്ചും പൊന്മുടി സ്കൂളിലെ UPI സ്കൂളിലെ എൻ്റെ കൊച്ചുകുട്ടികളെ, അധ്യാപകരെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള
മുഴുവൻ എൻ്റെ സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചരിത്രത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ ഇത്രയും കൊല്ലം ഞാൻ ജോലി നോക്കി KSRTCയിൽ ഇങ്ങനെ ഒരു ഉപകാരം കിട്ടുന്നത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു രീതിയാണ്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു സംഘടനയോ ഒരു രീതിയോ അല്ല ഇത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരും എല്ലാവരും ഉൾപ്പെടുന്ന ഒരു കുടുംബ അംഗമായിട്ട് എന്നെ ഈ ഇത്രയും നല്ല രീതിയിലൊരു സ്വീകരണം തരുന്നത് സത്യം എനിക്ക് എന്താണ് പറയണമെന്ന് പോലും അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റേതായ വിനീതമായ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നമ്മുടെ പ്രത്യേകിച്ചും നമ്മുടെ ഈ പൊന്മുടി റൂട്ടിൽ നിങ്ങളുടെ ഇടയിൽ ഞാൻ ഈ രീതിയിൽ എത്തിച്ചേരാനുള്ള കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം മറ്റുള്ള റൂട്ടുകളിൽ നിന്നും ഞങ്ങൾക്ക് തന്ന ആ സ്നേഹം കൊണ്ടാണ് ഇത്രയും ഒരു ബന്ധം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചത്. പോലീസ് വിഭാഗത്തിലായാലും ശരി, ഫോറസ്റ്റ് വിഭാഗത്തിലായാലും ശരി, ഇവിടുത്തെ ജീവനക്കാരുടെ വിഭാഗത്തിലായാലും ശരി, മറ്റ് എല്ലാ രീതിയിലുള്ള, അതായത് ഒരാളിനെ പോലും മാറ്റിവെക്കാൻ പറ്റാത്ത, ശരിക്കും പറഞ്ഞാൽ ഇന്നിരിക്കുന്ന ഈ കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്ന ആൾക്ക് വരെ സി രാജൻ എന്ന് പറയുമ്പം അവർക്ക് അറിയാം ഇന്ന നെയ്യാറ്റിങ്കര ബസ്സിൻ്റെ കണ്ടക്ടറാണ്, എൻ സുരേഷ് കുമാർ എന്നറിയാം, അത് ആ ബസ്സിൻ്റെ ഡ്രൈവറാണ്. അതുപോലെ നമുക്കൊപ്പം നിൽക്കുന്ന ചന്ദ്ര സാർ, വിഷ്ണു എന്നിവരെ ആ നെയ്യാറ്റിങ്കരയുടെ ആ KSRTCയുടെ ആ മഹിമയെ നിലനിർത്തി കൊണ്ടുപോകുന്നതിൻ്റെ ഒരു ഫലമാണ് ഇന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞത്. ഇത് ഇനിയും ഈ രീതിയിൽ തന്നെ തുടർന്നു പോട്ടെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ തന്ന എല്ലാ സ്നേഹവും ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പൊന്മുടി ട്രിപ്പിൽ HRR, അതായത് ഹൈറേഞ്ച് റൈഡർ എന്ന് പറഞ്ഞുകൊണ്ടൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. വാട്സപ്പ് കൂട്ടായ്മയുടെ ഒരു ഉപകാരം, അതായത് നമ്മുടെ വണ്ടിയിൽ വരുന്ന SLC, ഈ വർഷത്തെ 25-26 വർഷത്തെ SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ആ കുട്ടികൾക്ക് ഒരു ഉപകാരം കൊടുക്കാനുണ്ട്. കുട്ടികളിവിടെ വന്നിട്ടുണ്ട്. പേര് വിവരങ്ങളൊന്ന് പറയുക. അഭയ് എസ് നായർ ഇവിടെ ഉണ്ടല്ലോ, കിടന്നു. ഈ വർഷത്തെ SLC പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ പൊന്മുടി താമസിക്കുന്ന അഭയ് എസ് നായർ. മിഥുൻ അനാമിക DK. ഇനി വേറെ അലിൻ സാറൊക്കെ ഇവിടെ എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ രണ്ടാമതിരിക്കുന്നുണ്ട്. പിന്നെ വന്ദന PB, വന്ദന. ഇത് എൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ്. ഇന്ന് വരാൻ വേണ്ടി ലീവ് എടുത്ത് നിൽക്കുകയായിരുന്നു. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ, എൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. ശരി, കൊടുത്തു. അടുത്തതായി നമ്മുടെ പൊന്മുടി ട്രിപ്പ് തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് KSRTC അനുവദിച്ചത് RSC 290 എന്ന വാഹനമാണ്. അപ്പോൾ ആ വാഹനത്തിൽ, ആ വാഹനം എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ളവരുടെ സ്വന്തം വാഹനമാണ്. കാരണം അങ്ങനെയാണ് അവർ കാണുന്നത്. അപ്പോൾ ആ വാഹനത്തിൻ്റെ ഒരു ഫോട്ടോയല്ല, ഒരു ഫ്രെയിം അതേ രീതിയിൽ ഉണ്ടാക്കി ഞങ്ങളൊരു ദിവസം ഡ്യൂട്ടിക്ക് വന്നപ്പം വിതിര സ്റ്റാൻഡിൽ വെച്ച് തന്ന ഒരു മോനുണ്ട്.
ആ കുഞ്ഞുമോനെ ഞങ്ങളിവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്നേഹാദരവ് കൊടുക്കുന്നതിന് വേണ്ടി BS വൈഷ്ണവിനെ ക്ഷണിച്ചോളുന്നു. കൊടുക്കുന്നു. ഓക്കെ. ഇവിടെ BSS ജോലി ചെയ്യുന്ന ലീല ചേച്ചി എന്നുണ്ട്. പുള്ളിയുടെ ലീല മരുമകനാണ്. കൂടെ വന്നിട്ടുണ്ട്, വൈഫുണ്ട്. ചേച്ചി വാ, ചേച്ചി വാ, വരണം. അതെ, തിരക്കാണ്. അങ്ങ് പോയാ വാ, നിങ്ങൾ വാ, ഒരാളൂടാ. ഇനി അതായത് KTDCയുടെ ഒരു ചെറിയൊരു ആദരവ് കൊടുക്കുന്ന സ്റ്റാഫുകൾ. അതെ, നമ്മൾ ഇവിടെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ശ്രീധരൻ നായർ സാർ, നമ്മുടെ ശ്രീകുമാരൻ നായർ അണ്ണ ഒരു സെക്കൻഡ്. പ്രസിഡന്റ് ഗോപിയാണ്. ഇങ്ങനെ പൊന്മുടി ബസ് സർവീസ് ആരംഭിക്കുമ്പോൾ ഒരു സാധാരണ ഒരു ഡ്രൈവറെയും കണ്ടക്ടറെയും പരിചയപ്പെട്ടു. അതിങ്ങനെ വളർന്ന് ഒടുവിൽ കുടുംബാംഗമായി മാറിയ 2 പേർ. അതിൽ ഒന്ന് രാജസാറും ഒന്ന് സുരേഷ് സാറും. ക്രമത്തിൽ അതിൽ വന്ന് വേറെ 2 പേർ കൂടി, ഒരു വിഷ്ണുവും ഒരു ചന്ദ്രനും. അങ്ങനെ ഈ ഒരു കുടുംബം ഇങ്ങനെ വളർന്ന് പന്തലിച്ചു. അവരുടെ കൂട്ടായ്മ കൊണ്ട് ടീം HRR രൂപപ്പെട്ടു. ഇത് മാത്രമാണ് എന്ന് കരുതി പുള്ളി റിട്ടയറാവുന്ന സമയത്ത് നമ്മളൊരു ചെറിയൊരു ഉപകാരം കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ സെക്രട്ടറി സാർ പറഞ്ഞതനുസരിച്ച് നമ്മളത് രൂപപ്പെടുത്തി നമ്മളിവിടെ ഈ സദസ്സിൽ വരുമ്പോൾ നമ്മളെപ്പോലെ എത്രയോ പേർ ഇവരെ ആരാധിക്കുന്നു എന്നുള്ള കാര്യം കൂടെ വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ അതിൽ പല സന്തോഷം വേറെയില്ല. ഇപ്പോൾ ഈ സദസ്സിൽ പങ്കെടുക്കാനും ഇങ്ങനെ ഒരു വാക്ക് പറയാനും സാറിൻ്റെ കുടുംബാംഗങ്ങളെ കാണാനും ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരെയും ഒരുമിച്ച് കാണാനും ഒരു ഭാഗ്യം, ഒരു അവസരം തന്ന രാജ സാറിന് അങ്ങേയറ്റം എന്നാൽ കഴിയുന്ന സന്തോഷവും അംഗീകാരവും എല്ലാവരും കൂടെ ചേർന്ന് കൊടുത്തതിൽ വളരെ സന്തോഷം. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മുഴുവൻ പേർക്കും പൊന്മുടി BSSൻ്റെ പേരിൽ നന്ദി ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയാണ്. കൂടെ നമ്മൾ നമ്മുടെ ഞാൻ താമസിക്കുന്ന മഹത്തായ ഒരു ക്ഷേത്രമാണ്. മഹത്തായ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രസിഡന്റ് കൂടിയാണ് ഞങ്ങളുടെ കൂടെ ഇന്ന് ഈ സന്നിധിയിൽ എത്തിയിട്ടുള്ളത്. അനിൽകുമാർ അവരുടെ 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി. ബഹുമാനപ്പെട്ട, എനിക്കെല്ലാവരെയും അറിയത്തില്ല, എല്ലാവർക്കും ഇവിടെ എത്തിച്ചേർത്തിട്ടുള്ള എല്ലാവർക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു അനിയനാണ്, ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്നുള്ള രീതിയിൽ അവനെ നിങ്ങൾ ആദരിച്ചത് സത്യം പറഞ്ഞാൽ ഒരു കുടുംബാംഗം എന്നുള്ള രീതിയിൽ വളരെയേറെ അഭിമാനം തോന്നുന്നു. ഞാനും ഒരു പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായാണ്. എൻ്റെ ഒരു അനിയൻ ഇത്രയും നല്ല രീതിയിൽ അവൻ സർവീസ് ചെയ്തെന്നറിയുമ്പോൾ നിങ്ങളെ ആ സ്നേഹവും നിങ്ങളെ കൊടുത്ത സ്നേഹാദരവ് കാണുമ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾക്ക് അവന് നഷ്ടപ്പെടുകയാണെന്ന് അവർ സർവീസിൽ നിന്നും. പക്ഷേ എനിക്ക് നേട്ടമാണ്, കാരണം ഒരു ക്ഷേത്ര പ്രസിഡൻ്റ് എന്ന നിലയിൽ ക്ഷേത്രത്തിൻ്റെ
ബാക്കി കാര്യങ്ങൾ നോക്കാനും എഴുതാനായിരുന്നാലും വായിക്കാനായിരുന്നാലും ഈ മെയ് 31 ശേഷം അവനെ നമുക്ക് 24 മണിക്കൂറും എന്നുള്ളൊരു സന്തോഷവും നിങ്ങളുടെ ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ഈ സ്നേഹവും ഇനിയുള്ള അവൻ്റെ ജീവിതകാലം സമ്പൂർണ്ണമാകാനും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരിക്കണം. തുഴുക്കൽ ശ്രീഭദ്രയും അവനെ എല്ലാ വിധത്തിലും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്വീകരണത്തിനും നന്ദി, നമസ്കാരം. നമ്മളൊരു കാര്യം പറഞ്ഞതിനകത്ത് നമ്മളെ പ്രിയപ്പെട്ട ഡാൻസർ സർവീസിൽ നിന്ന് പിരിയുന്നു എന്ന് വെച്ച് അദ്ദേഹത്തിന് ഈ പൊന്മുടിയിലേക്കുള്ള വാതിലുകൾ എല്ലാ ദിവസവും അനുവദിക്കപ്പെട്ട ടൈം, അതായത് രാത്രി എന്നുള്ളതല്ല, പകൽ സമയത്ത് അദ്ദേഹത്തിന് എപ്പോൾ വേണോ ഇവിടെ വരാനും കുടുംബങ്ങൾ ഒന്നിച്ച് വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് കാലം എന്നാലും അദ്ദേഹം വെറുതെ ഇരിക്കുമെന്ന് ഇപ്പോൾ തോന്നുന്നില്ല. അതിനുള്ള സൂചന കേട്ടിട്ടുണ്ട്. ഏത് കർമ്മരംഗത്താണോ അദ്ദേഹം അത് ശോഭിക്കട്ടെ. ഉടനെ എല്ലാ അനുഗ്രഹങ്ങളും ആ കുടുംബത്തിനും അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ജയചന്ദ്രൻ സാറിനെ ഒരു 2 വാക്ക് സംസാരിക്കുന്നുണ്ട്. ക്ഷണിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ പൊന്മുടി പോലീസ് സ്റ്റേഷൻ അസിസ്റ്റൻ്റ് സബ് ഇൻസ്പെക്ടർ രവി സാറ്, ഫോറസ്റ്റ് ഓഫീസർ ഷാജി സാറ്, മറ്റ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരെ, നാട്ടുകാരെ, സാറിൻ്റെ കുടുംബാംഗങ്ങളെ, അപ്പം ഞാൻ വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, 2-3 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ വന്നതിന് ശേഷം. വന്നിട്ട് കുറച്ച് ദിവസം കണ്ടു പരിചയപ്പെട്ടു എന്നുള്ള ഒരു ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ. ഒരുപക്ഷെ പുറത്ത് യൂണിഫോമിലല്ലാതെ എന്നെ നെടുമങ്ങാടോ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ സാറിനെ തിരിച്ചറിയുമെന്നോലും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ ഒരു യാത്രയപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ബസ് ഒക്കെ വരുന്നതാണ്. എൻ്റെ വീടങ്ങ് ചെല്ലും ഒരു ഗ്രാമമാണ്, ഒരു ബസ് സർവീസൊക്കെ ഉള്ളതാണ്. പക്ഷേ അവിടെ വർഷങ്ങളായിട്ട് വരുന്ന ഒരു KSRTC ഉദ്യോഗസ്ഥനും അവിടുത്തെ നാട്ടുകാർ ഇങ്ങനെ ഒരു യാത്രയപ്പ് നൽകിയിട്ടില്ല. ഇതാദ്യമായിട്ടാണ് എൻ്റെ അനുഭവത്തിൽ. അപ്പോൾ അത്രയും ഇവിടെയുള്ള മറ്റുദ്യോഗസ്ഥരുടെ മനസ്സിൽ അല്ലെങ്കിൽ നാട്ടുകാരുടെ മനസ്സിൽ അത്രയ്ക്ക് ഒരു സ്ഥാനമുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ നമ്മൾ ഒരു യാത്രയപ്പ് കൊടുത്തത്. എന്തായാലും കണ്ടക്ടറായിട്ട് അപ്പം ഞാനൊക്കെ PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടക്ടർ ടെസ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. കാര്യം അന്നൊക്കെ കണ്ടക്ടർ ടെസ്റ്റ് മാത്സിന് നല്ല മാർക്കുള്ളവർക്ക് മാത്രമാണ് കണ്ടക്ടർ ടെസ്റ്റ് കിട്ടുന്നത്. മാത്സ് നല്ല എന്നെ പാൽക്കൊള്ളയിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരൊക്കെയാണ് പലരും, മാത്സ് പഠിപ്പിച്ച അധ്യാപകരൊക്കെയാണ് പലരും കണ്ടക്ടറായിട്ട് ജോലി കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും മാത്സിൽ സാറ് പുലിയായിരിക്കും, എന്നാലേ കിട്ടുള്ളൂ ഒന്ന് ഈ കണ്ടക്ടർ ജോലി എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഒരുപാട് കണ്ടക്ടർ KSRTCയിൽ ജോലിയുണ്ട്. അപ്പോൾ നമ്മുടെ പോലീസിൻ്റെ ജോലി പോലെ തന്നെയാണ് ജോലി ഭാരം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് പബ്ലിക്കുമായിട്ട് അത്ര ഒരു ഇൻട്രാക്ഷൻ വരുന്നില്ല. പക്ഷേ നമ്മുടെ പോലീസ് കണ്ടക്ടർ, നമ്മൾ KSRTC ഉദ്യോഗസ്ഥർ അവരെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്കുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം വരുന്നത്, അതായത് കോണ്ടാക്റ്റ് ചെയ്യാനുള്ള അത് വരുന്നത്. അപ്പോൾ അതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് പോലീസുകാർക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ KSRTCയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ബസ്സിനകത്ത് കേടുന്ന പ്രശ്നങ്ങൾ, ബസ്സിനകത്ത് വരുന്ന ആൾക്കാർ പല തരത്തിലുള്ള ആൾക്കാരാണ്, പല സ്വഭാവക്കാരാണ്. അവരെല്ലാം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾക്ക് മാത്രമേ ആ ജോലിയിൽ തുടർന്ന് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും, ഇപ്പോൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇപ്പോൾ എല്ലാ നാട്ടുകാരും സ്ഥിരം യാത്രക്കാരാണ്, സ്ഥിരം ബസ്സിൽ കയറുന്ന ആൾക്കാരാണ്. സാറ് ഇവിടെ പലരും സൂചിപ്പിച്ച പോലെ ഒരു കുടുംബാംഗത്തെ പോലെയാണ് ഇവിടെ വരുന്ന ആൾക്കാർ. ചില ആൾക്കാരിൽ പൈസ ഇല്ലെങ്കിൽ പോലും ഇവിടുന്ന് കൊണ്ടുപോകാൻ അവർ സന്നദ്ധത കാണിക്കും. ഇപ്പോൾ പൈസ എടുക്കാൻ മറന്നുപോയി അല്ലെങ്കിൽ പേഴ്സ് എടുക്കാൻ മറന്നുപോയി, അങ്ങനെ ഒരു അവസരത്തിൽ പോലും. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ബന്ധമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന ഈ യാത്രയപ്പ്.
നെയ്യാറ്റിൻകര സ്ഥലം എവിടെയാണ്? നെയ്യാറ്റിൻകരയാണല്ലേ. നെയ്യാറ്റിൻകരയാണ്. നെയ്യാറ്റിൻകരയുള്ള ഒരു KSRTCയിലെ സ്റ്റാഫിന് നമ്മൾ ഈ കൊടുക്കുന്ന ഈ സ്നേഹാദരവ്. എന്തായാലും അതിലും നമ്മുടെ പൊന്മുടി പോലീസ് സ്റ്റേഷന് വേണ്ടിയിട്ട് എനിക്കും പങ്കെടുക്കാൻ കഴിഞ്ഞു. വളരെയധികം സന്തോഷം. അപ്പോൾ എൻ്റെ പേരിലും പൊന്മുടി പോലീസ് സ്റ്റേഷൻ്റെ പേരിലും നമ്മുടെ എല്ലാ ഉദ്യോഗസ്ഥരുടെ പേരിലും, നമ്മുടെ SHOയ്ക്ക് ഇന്ന് ലീവാണ്, മെഡിക്കൽ CML ആണ്, അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. അല്ലെങ്കിൽ സാറ് വന്നേനെ. ഇന്ന് മറ്റ് പല ഉദ്യോഗസ്ഥരും ഇന്ന് പലവിധ ഡ്യൂട്ടികളായിട്ട് പോകുന്നതുകൊണ്ടാണ് എല്ലാവരും വരാത്തത്. ഇന്നിപ്പം നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. ഇന്ന് സ്റ്റേഷനിൽ 1-2 പേര് ഇരിക്കണം, അടച്ചിട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ നമുക്ക്. അപ്പോൾ അതുകൊണ്ട് 1-2 പേര് സ്റ്റേഷനിലുണ്ട്. എന്തായാലും എൻ്റെ പേരിലും പൊന്മുടി സ്റ്റേഷൻ്റെ പേരിലും എല്ലാവിധ ഭാവങ്ങളും, വിശ്രമ ജീവിതത്തിലേക്ക് കടക്കുന്ന രാജൻ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. കുറച്ച് സമയമായി ഇവിടെ എത്തിയിട്ട്. അപ്പോൾ സാറ്, ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഏകദേശം 1 വർഷം ആകുന്നേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ ഓണത്തിനാണ് സാറിനെ കുറേ അടുത്തറിയുന്നത് തന്നെ. അപ്പോൾ ഈ ശരിക്കും പൊന്മുടി നെയ്യാറ്റിൻകര പൊന്മുടി ബസ്സിൽ കൂടി പൊന്മുടി എന്ന് പറയുന്ന പ്രദേശത്തിന് വളരെയേറെ ഒരു പ്രസിദ്ധി ഉണ്ടാക്കി കൊടുക്കുന്നതിന് കാരണക്കാരായ 2 പേരാണ് രാജൻ സാറും സുരേഷ് കുമാർ സാറും. അപ്പോൾ അങ്ങനെയുള്ള സാറ്, അപ്പോൾ കൂടുതൽ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ അത്തരത്തിൽ സർവീസ് വന്ന് പൊന്മുടിയിലേക്ക് ആളുകളെ കൊണ്ടെത്തിക്കുകയും ഒപ്പം സ്കൂളിൽ വന്ന അധ്യാപകർ, അവിടെ നിന്ന് തന്നെ ഒരു ഹെഡ് മിസ്ട്രസ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ കൊളിച്ചിക്കരയിൽ നിന്ന് കുട്ടികളെ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇത്തരത്തിൽ നെയ്യാറ്റിൻകര മുതൽ പൊന്മുടി വരെ വളരെയേറെ സൗഹൃദവും മറ്റുമൊക്കെ നിലനിർത്തി ഇന്ന് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യാണ്. അപ്പോൾ ആ റിട്ടയർ ചെയ്യുന്ന സാറിന് സ്കൂളിൻ്റെ പേരിലും എൻ്റെ പേരിലും വ്യക്തിപരമായും സർവ്വവിധ ആശംസകൾ നേരുന്നു. ഓക്കെ.